നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വനം വകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എയിംസ് ആലപ്പുഴയിലോ തൃശൂരോ വരണമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് സുരേഷ് ഗോപി. ഗതാഗത പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് ഗുരുവായൂരിലെ ഓട്ടോ ഡ്രൈവർമാർ ഇന്ന് അർദ്ധരാത്രി മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കും. ഔട്ടർ റിംഗ് റോഡിലെ വൺ വേ സംവിധാനത്തിൽ നിന്ന് ഓട്ടോറിക്ഷകളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് പണിമുടക്ക്. ചേലക്കര മേപ്പാടത്ത് കൂട്ടാത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. 2 വയസ്സുള്ള മകൻ അപകടനില തരണം ചെയ്തു. 6 വയസ്സുള്ള മകൾ സംഭവ ദിവസം തന്നെ മരിച്ചിരുന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ യുവതിക്ക് നേരെ പീഡന ശ്രമം. പ്രതി പറപ്പൂർ സ്വദേശി അനൂപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മെഡിക്കൽ കോളേജിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമേറിയതായി പരാതി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തൃശൂർ ഉൾപ്പെടെ 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. കേരള തീരത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ദേശീയപാത പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന് സമീപം ലോറിയിൽ ടോറസ് ലോറി ഇടിച്ച് നെല്ല് കയറ്റിയ ലോറി മറിഞ്ഞു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ചാവക്കാട് ബീച്ചിലെത്തുന്ന വിനോദസഞ്ചാരികളെ ദുരിതത്തിലാക്കി കനത്ത വെള്ളക്കെട്ട്. പാർക്കിംഗ് ഫീസ് പിരിക്കുന്നത് തുടർന്ന് അധികൃതർ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് മുഴുവൻ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. 9 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എക്സൈസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ചേലക്കര വേങ്ങാനല്ലൂർ സ്വദേശി വടക്കൻ വീട്ടിൽ ചേറുവിനെ പഴയന്നൂർ എക്സൈസ് അറസ്റ്റ് ചെയ്തു. എളനാട് വേലൻകോട് തെരുവുനായയുടെ കടിയേറ്റ് വയോധികയ്ക്ക് പരിക്കേറ്റു. മരുമകളോടൊപ്പം പ്രഭാത സവാരിക്കിറങ്ങിയ വേലൻകോട് വീട്ടിൽ കമലാക്ഷിക്കാണ് കാലിൽ കടിയേറ്റത്. കൊടുങ്ങല്ലൂരിൽ അറസ്റ്റ് വാറന്റുമായി എത്തിയ പോലീസിനെ കണ്ട് പ്രതി കുളത്തിൽ ചാടി. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് സ്വദേശി വടക്കൻ വീട്ടിൽ ആഷിഖാണ് കുളത്തിൽ ചാടി പോലീസിനെ വട്ടം കറക്കിയത്. ശതാഭിഷിക്തനാകുന്ന മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണനെ ശാസ്ത്രവേദി ആദരിച്ചു. ശാസ്ത്രവേദി സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ അച്യുത ശങ്കർ, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, ഡോക്ടർ PV കൃഷ്ണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. പാവറട്ടി കല്ലന്തോട് റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. മുരളി പെരുന്നലി MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിൽ കേരസുരക്ഷാ പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് കേരസുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ തായ്ക്കൊണ്ട വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ താഴത്തുകുടിയിൽ ബാബു സുമിത ദമ്പതികളുടെ മകൾ ബബിത ബാബുവിനെ യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. തെക്കുംകര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു ഉദ്ഘാടനം ചെയ്തു. തൃത്തലൂർ കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സംരക്ഷണ കമ്മിറ്റിയും പൌരസമിതിയും ചേലോട് റെസിഡൻസ് അസോസിയേഷനും സംയുക്ത യോഗം ചേർന്ന് പ്രതിഷേധിച്ചു. യോഗത്തിൽ ജയാതിലകൻ ചാളിപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകലാ സംഘടനയായ സർഗസ്വരത്തിന്റെ വാർഷിക സമ്മേളനവും പുരസ്കാര സമർപ്പണവും ഞായറാഴ്ച തൃശൂരിൽ നടക്കും. സാഹിത്യ അക്കാദമി വയലോപ്പിള്ളി ഹാളിൽ നടക്കുന്ന സമ്മേളനവും പുരസ്കാര വിതരണവും സാഹിത്യ നിരൂപകൻ ഡോക്ടർ SK വസന്തൻ നിർവഹിക്കും. ഈ വർഷത്തെ പ്രൊഫസർ V അരവിന്ദാക്ഷൻ സ്മാരക പുരസ്കാരം പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ പ്രഭാത് പട്നായിക്കിന് സമ്മാനിക്കും. ഒക്ടോബർ 18-ന് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കുംഭാര സമുദായ സഭയുടെ 10ാം സംസ്ഥാന വാർഷിക സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിലായി തൃശൂരിൽ നടക്കും. ഞായറാഴ്ച നടക്കുന്ന പൊതുയോഗം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ധനസഹായം തേടുന്ന ചൊവ്വന്നൂർ ചെമ്മന്തിട്ട കിളിയെടുത്ത മനോജ് സുധാ ദമ്പതികളുടെ മക്കളായ അവനികയുടെയും ആയുഷിന്റെയും ചികിത്സാ സഹായ നിധിയിലേക്ക് 1 ലക്ഷം രൂപ നൽകി. സമാനമായ രോഗം ബാധിച്ച് ശസ്ത്രക്രിയയ്ക്ക് മുന്നേ മരണം സംഭവിച്ച ആരവിന്റെ ചികിത്സയ്ക്കായി സമാഹരിച്ച ഫണ്ടിൽ നിന്നാണ് സഹായം നൽകിയത്. പ്രസിദ്ധമായ പഴഞ്ഞി പള്ളിപ്പെരുന്നാളിന് കൊടിയേറി. ഗീവർഗീസ് മാർ ബർണാബാസ് മെത്രോപൊലിത്ത കൊടിയേറ്റം നിർവഹിച്ചു. ഒക്ടോബർ 2, 3 തീയതികളിലായാണ് തിരുനാൾ. തെക്കുംകര പഞ്ചായത്ത് വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ചെയ്തു. വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിച്ചു.
കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നാളെ നടക്കും. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. GUPS കുത്താമ്പള്ളി സ്കൂൾ കലോത്സവം സാഹിത്യകാരനും മാധ്യമപ്രവർത്തകനുമായ അരുൺ എഴുത്തച്ഛൻ ഉദ്ഘാടനം ചെയ്തു. കവിയും മാധ്യമപ്രവർത്തകനുമായ MB ഭാനുപ്രകാശ് വിശിഷ്ടാതിഥിയായി. തിരുവില്ലാമല പഞ്ചായത്ത് കുത്താമ്പുള്ളി GUPS വിദ്യാലയത്തിൽ സ്ഥാപിച്ച വാട്ടർ ATMന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഉദയൻ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ഉപജില്ലാ ശാസ്ത്രമേള ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഒക്ടോബർ 13, 14 തീയതികളിൽ നടക്കും. വെങ്കിടൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ യോഗം ഉദ്ഘാടനം ചെയ്യും. വെങ്കിടൻ കോറളി ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ താഴികക്കുടം പുനഃപ്രതിഷ്ഠ നടന്നു. ക്ഷേത്രം തന്ത്രി ഇളങ്ങള്ളൂർ ഹരിദേവ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പുല്ലൂർ ചമയം നാടകവേദിയുടെ 28ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പുല്ലൂർ നാടകരാവിന് 28-ന് വൈകിട്ട് തിരിതെളിയും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടകരാവ് ഉദ്ഘാടനം ചെയ്യും. പുത്തൻപള്ളി ശതാബ്ദി ആഘോഷങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബസിലിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹെൽത്ത് കെയർ സൊസൈറ്റി, ലയൺസ് ക്ലബ് തൃശൂർ സൗത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലയിലെ നിർധനരായ ബധിരർക്ക് സൗജന്യ സ്ക്രീനിംഗ് ക്യാമ്പ് നടത്തി. ക്യാമ്പ് ബസിലിക്ക വികാരി ഫാദർ തോമസ് കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കടവലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷവും സ്കൂൾ കലോത്സവവും K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. മാള കാർമൽ കോളേജിൽ എഡ്യൂക്കേഷൻ എക്സ്പോ ആരംഭിച്ചു. എക്സ്പോയുടെ ഉദ്ഘാടനം ബെന്നി ബെഹനാൻ MP നിർവഹിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ടൗൺ യൂണിറ്റ് സമ്മേളനം മേഖലാ പ്രസിഡന്റ് CP ബെന്നി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CS ഷിബു അധ്യക്ഷത വഹിച്ചു. വരന്തരപ്പള്ളി CJM അസംഷൻ സ്കൂളിൽ ഈ വർഷം അനുവദിച്ച സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ചെണ്ടുമല്ലി പൂക്കൃഷി വിളവെടുത്തു. പ്രിൻസിപ്പാൾ ബെജിൻ പ്രിൻസ് പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥികൾ കോട്ടപ്പടി അഭയഭവൻ സന്ദർശിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ, പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. മുൻ വോളിബോൾ താരവും പ്രമുഖ വോളിബോൾ കോച്ചുമായ വനന്തരപ്പള്ളി തെക്കൂടൻ വീട്ടിൽ ജോഫി ജോർജ് അന്തരിച്ചു. ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട ജോഫിയെ വെണ്ടൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പെരിങ്ങോട്ടുകര കാഞ്ഞിരച്ചുവട് തെക്കഞ്ചേരി പുളിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ആഘോഷ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. 101 അംഗ കമ്മിറ്റിയെയാണ് തിരഞ്ഞെടുത്തത്. നവംബർ 21-നാണ് ദേശവിളക്ക്. പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന കൺവെൻഷൻ തൃശൂരിൽ നടന്നു. K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. മാള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം നിർത്തലാക്കിയതിൽ പ്രതിഷേധവുമായി പഞ്ചായത്ത് പ്രസിഡന്റുമാർ. കുഴൂർ, പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സാജൻ കൊടിയൻ, ഡെയ്സി തോമസ് എന്നിവരാണ് മാള ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധം അറിയിച്ചത്. തകർന്നുകിടക്കുന്ന 3 പീടിക ബീച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം KB അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. പാവറട്ടിയിൽ കോൺഗ്രസ് നടത്തിയ ഗൃഹസന്ദർശന സദസ്സ് മുൻ MLA PA മാധവൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ജോയ് പീറ്റർ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ഉപ്പത്ത് കുടുംബ ട്രസ്റ്റ് അവാർഡ് ദാനം നായരങ്ങാടി മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച നടക്കും. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. കാണിപ്പയ്യൂർ സെന്റ് MMC UP സ്കൂൾ ഗ്രന്ഥപരിചയമേള സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭാ കൌൺസിലർ ബിനു പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. സുരേഷ് ഗോപിക്കെതിരെയുള്ള കേസ് അട്ടിമറിക്കുന്നതിനു വേണ്ടി പോലീസ് ഗൂഢാലോചന നടത്തിയെന്ന് കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലുള്ള കേസിൽ TN പ്രതാപൻ ഹാജരായി. കേസ് പരിഗണിച്ച കോടതി സെപ്റ്റംബർ 30-ന് പരിഗണിക്കുന്നതിനായി മാറ്റി. CPM കോട്ടപ്പുറം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. ജലഗുണ നിലവാര അവബോധം സൃഷ്ടിക്കുന്നതിനായി സംസ്ഥാനത്തെ +1, +2 വിദ്യാർത്ഥികൾക്കായി ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ക്വിസ് മത്സരം സംഘടിപ്പിക്കും. നവംബർ 1-നാണ് മത്സരം നടക്കുക. കമ്മ്യൂണിറ്റി കേബിൾ നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്ന CCTVയുടെ സിൽവർ ജൂബിലി ആഘോഷം ഞായറാഴ്ച കുന്നംകുളത്ത് നടക്കും. K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം നിർവഹിക്കും.
എരുമപ്പെട്ടി മങ്ങാട് മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭഗവത സപ്താഹത്തിന് തുടക്കമായി. ശ്രീമദ് ഭഗവത മലയാള കഥാരൂപം സപ്താഹ യജ്ഞത്തിന് ക്ഷേത്ര മേൽശാന്തി വിഘ്നേശ്വരൻ എമ്പ്രാന്തിരി തിരിതെളിയിച്ചു. ചാലക്കുടി നഗരസഭയിൽ കോൺഗ്രസിനെതിരെ വോട്ട് ചോരി ആരോപണവുമായി BJP. പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന വാർഡുകളിലെ വോട്ടർ പട്ടികയിൽ അനധികൃതമായ ആളുകളെ ചേർത്തെന്ന BJP മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.